സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു മോർച്ചറിയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ആകെ പേടിച്ചരണ്ട് നിൽക്കാണ്. സംഭവം മറ്റൊന്നുമല്ല, ഒരൊറ്റ ക്യാമറ മാത്രമേ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. എല്ലാം ഓഫ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാനായിട്ട് അയാളിപ്പോ ആ ഒരു മോർച്ചറിയുടെ അകത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു ബോഡി അവിടെ കാണാനില്ല. അതും ഒരു പെൺകുട്ടിയുടെ. അടുത്ത നിമിഷം തന്നെ അവിടുത്തെ ലൈറ്റുകൾ മൊത്തം അണയുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ എന്തോ കണ്ട് പേടിച്ചോടുന്നു. മോർച്ചറിക്ക് പുറത്തുള്ളവരോട് അയാൾ ഫോണിലൂടെ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അയാളുടെ അടുത്തേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. മോർച്ചറിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബോഡി നഷ്ടപ്പെട്ട കാര്യം ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആര്യ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി സെക്യൂരിറ്റിയെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു ക്യാമറ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ ഒരു നഷ്ടപ്പെട്ട ബോഡി ആകട്ടെ സോഫിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടേതാണ്. ഒരു വലിയ കമ്പനിയുടെ ഉടമയായിരുന്നു ഈ മരിച്ച സോഫിയ. അവളുടെ ഭർത്താവിന്റെ പേര് ജെഫ്രി എന്നാണ്. ഭാര്യ മരിച്ച ദുഃഖത്താലാണെന്നറിയില്ല പുള്ളിക്കാരൻ നേരെ പോകുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. അവളുടെ പേര് സാറ എന്നാണ്. ആരും അറിയാതെ സാറയുമായി പ്രണയത്തിലായിരുന്നു ജെഫ്രി. ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോ സാറയെ കാണാനായിട്ട് ജെഫ്രി വന്നിരിക്കുന്നത്. ജെഫ്രിയെ കണ്ട ഉടനെ സാറ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇനി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ ഇവരുടേതായിട്ടുള്ള ലോകത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജെഫ്രിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇൻസ്പെക്ടറാണ്. നിങ്ങളുടെ ഭാര്യയുടെ മൃതദേഹം ഇവിടെ ഒന്നും കാണാതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെഫ്രിക്ക് നല്ല രീതിയിലുള്ള പേടിയാവുന്നുണ്ട്. പോലീസിന്റെ ആവശ്യപ്രകാരം നമ്മുടെ ജെഫ്രി ആകട്ടെ ഇപ്പൊ മോർച്ചറിയിലേക്ക് എത്തി. ഇതൊക്കെയോ കള്ളത്തരങ്ങള് ജെഫ്രി മറയ്ക്കുന്നുണ്ടെന്ന് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആര്യയ്ക്ക് മനസ്സിലായി. നിങ്ങൾക്കോ മരിച്ചുപോയ സോഫിയയ്ക്കോ ആരെങ്കിലും ശത്രുക്കളായിട്ട് ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആരും ശത്രുക്കളായിട്ട് ഉണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടർ ആര്യ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആറ്റിക്കുറുക്കിയുള്ള മറുപടിയാണ് നമ്മുടെ ജെഫ്രി നൽകുന്നത്. മറ്റൊരു ഉദ്യോഗസ്ഥ വന്ന് ആര്യയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയപ്പോ നമ്മുടെ ജെഫ്രി ആകട്ടെ ഉടൻ തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സാരയെ വിളിച്ചിട്ട് നേരത്തെ പരിക്ക് പറ്റിയിട്ട് ഒരു സെക്യൂരിറ്റിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ, അവനോട് പോയിട്ട് കാര്യങ്ങൾ തിരക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ സാറ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇൻസ്പെക്ടർ ആര് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവൻ കോൾ ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് പുകവലിക്കുന്നത് ഇൻസ്പെക്ടർ ആര്യ നമ്മുടെ ജെഫ്രിയോട് പറയുന്നു. മരിച്ചു പോയിട്ടുണ്ടായിരുന്ന സോഫിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ലേഡി ഡോക്ടർ അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഡോക്ടറും നമ്മുടെ ജെഫ്രിയുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും നല്ല വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള മറുപടിയാണ് ജെഫ്രി നൽകുന്നത്. അങ്ങനെ ഈ ഒരു ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം ലേഡി ഡോക്ടർ ആകട്ടെ നമ്മുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആര്യയുടെ അടുത്ത് എന്തൊക്കെ ഇയാൾ മറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സോഫിയയുടെ മരണത്തിലും അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു മൃതദേഹം കാണാതായതിന് പിന്നിലും ജെഫ്രി തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയം ഇവർക്ക് രണ്ടുപേർക്കുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഇൻസ്പെക്ടർ ആര്യയുടെ ഭാര്യയും മകളും. ഭാര്യയെ ഒരു ആക്സിഡന്റിൽ പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് കാലം അതിന്റെ ഡിപ്രഷനിലായിരുന്നു ഇൻസ്പെക്ടർ ആര്യ. അതൊരു കാർ അപകടമായിരുന്നു. അന്നും ഒരുപാട് തളർന്നു പോയ ഇൻസ്പെക്ടർ ആര്യയ്ക്ക് പ്രചോദനം നൽകിയത് ഈ ഒരു ലേഡി ഡോക്ടറാണ്. മറുവശത്ത് ജെഫ്രി ആകട്ടെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരന്റെ ചെവിക്ക് ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല. അങ്ങനെ ഇയാളെയും കൊണ്ട് ആ ഒരു പോലീസുകാരൻ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ജെഫ്രിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. തെളിവുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ലോക്കർ റൂമിൽ നിന്നും അവനൊരു ചെറിയ കുപ്പി എടുക്കുന്നുണ്ട്. അതായത് ഒരു മരുന്നിന്റെ കുപ്പി. ഇവന്റെ തന്നെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഒരു മരുന്നായിരുന്നു അത്. പിന്നീടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ഇവന്റെ ഭാര്യയായിട്ടുള്ള സോഫിയ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വൈന് കുടിക്കുമ്പോഴൊക്കെ അവൻ ഇതിൽ കലക്കി കൊടുത്തിരുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു സീനൊക്കെ കാണിക്കുന്നത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കുപ്പി അവൻ അവിടെ നിന്ന് എടുത്തു മാറ്റി തന്റെ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഐസക്കിനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും സംശയം തോന്നിയിട്ട് അവന്റെ പോക്കറ്റ് മൊത്തം പരിശോധിച്ചപ്പോൾ ഈ ഒരു മരുന്ന് കണ്ടെത്തി. നീ എന്തിനാ ഇത് മറച്ചു പിടിച്ച്, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന മരുന്ന്, ഒരു ടോക്സിൻ ആണ്, അത് പുറത്തായിട്ടുണ്ടെങ്കിൽ കമ്പനിക്കാണ് മോശത്തരം, അതുകൊണ്ടാണ് ഞാനത് എടുത്തു മാറ്റിയത് എന്നാണ് പോലീസുകാരോട് അവൻ പറയുന്നത്. അപ്പോഴാണ് സാറ ഇവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. സാറ വിളിക്കുമ്പോഴെല്ലാം തന്നെ പോലീസുകാരോട് ഇവൻ പറയുന്നത് എന്റെ അനിയത്തിയാണ് വിളിക്കുന്നതെന്നാണ്. ഇവളാകട്ടെ ആ ഒരു സെക്യൂരിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കൊന്ന് പുകവലിക്കണം, എന്റെ ഭാര്യ പോയ എന്റെ വിഷമം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല, ഇപ്പൊ ദേ ഇതും. അങ്ങനെ ബാത്റൂമിലേക്ക് ജെഫ്രിയെ കൊണ്ടുപോയി. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്നിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഡോറിന്റെ സൈഡിലായിട്ട് ഒരു ലെറ്റർ കിടക്കുന്നത് അവൻ കാണുന്നത്. അവനത് എടുത്തു നോക്കിയപ്പോൾ പണ്ട് ഇവൻ സാറയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത്. ഇവനത് പുറത്തെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ പണിയാവെന്ന് വിചാരിച്ചിട്ട് ഇവൻ മൊത്തം അത് കീറിക്കളഞ്ഞിട്ട് ക്ലോസറ്റിലേക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ജെഫ്രിയും നമ്മുടെ സോഫിയയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ള അകൽച്ച ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജെഫ്രിക്ക് സോഫിയ അത്ര ഇഷ്ടമല്ലായിരുന്നു.
രണ്ടുപേരും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. ജെഫ്രിക്ക് സോഫിയേക്കാളും വയസ്സ് കുറവാണ്. അങ്ങനെ ഇരിക്കെയാണ് ജെഫ്രി സാറയുമായി പരിചയത്തിലാവുന്നതും പ്രണയത്തിലാവുന്നതും. വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ്. ഇവൻ ആ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കീറി കളഞ്ഞിട്ട് ക്ലോസറ്റിലേക്ക് ഇട്ട്, എന്നിട്ട് ഫ്ലഷ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഫ്ലഷ് ആവുന്നില്ല. അങ്ങനെ ഇവൻ വീണ്ടും ഈ ഒരു ബാത്റൂമിൽ കിടക്കുന്ന ആ ഒരു കടലാസിന്റെ കഷ്ണങ്ങളെല്ലാം കൈകൊണ്ട് വാരി എടുത്തിട്ട് മൊത്തം കഴിക്കുകയാണ്. കാരണം പോലീസുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവന് നല്ല രീതിയിലുള്ള പണി കിട്ടും. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഇവൻ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്നത്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ എത്ര നേരം അവിടെ പരിപാടി? ഛർദ്ദിക്കായിരുന്നു സാറേ എന്ന് പറയുമ്പോൾ, ഓ നിന്നെ വല്ലാത്തൊരു നാറ്റം ഉണ്ടല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഇൻസ്പെക്ടർ ആര്യയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സോഫിയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ വഴിയൊക്കെ ആര്യ ഇപ്പോൾ നമ്മുടെ ജെഫ്രിക്ക് കാണിച്ചു കൊടുക്കുന്നു. നീ ഞങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം തന്നെയല്ലേ എന്നുകൂടി ആര്യ നമ്മുടെ ജെഫ്രിയോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ആണ്. തന്റെ ഭാര്യയെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു മരുന്ന് അവൻ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ സോഫിയ കടന്നു വരുന്നു. ആരെയുമായിട്ടുള്ള ബന്ധം സോഫിയ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ എപ്പോഴും നമ്മുടെ ജെഫ്രിയെ അലട്ടിക്കൊണ്ടേയിരുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർക്ക് ഇപ്പൊ നല്ല സംശയമുണ്ട്. ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലിഫ്റ്റ് പെട്ടെന്ന് തകരാറിലാവുകയും ഈ പോലീസുകാരൊക്കെ അത് അന്വേഷിക്കാനായിട്ട് പുറത്തുപോയ സമയം ജെഫ്രി വീണ്ടും ഫോൺ എടുത്തിട്ട് സാറയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണെന്ന് ജെഫ്രിക്ക് ഉറപ്പായി. തന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് പോലീസുകാർ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനായിട്ടാണ് ജെഫ്രി ശ്രമിക്കുന്നത്. സാറയ്ക്കാകട്ടെ ജെഫ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വേണ്ടി എന്ത് കടുങ്കൈ ചെയ്യാനും അവൾ തയ്യാറായിരുന്നു. ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ അവിടെ ഇല്ലാതിരുന്ന തക്കം നോക്കിയിട്ട് ആ ഒരു ഇൻസ്പെക്ടറുടെ ഒരു അസിസ്റ്റന്റിനെ വരുതിയിലാക്കാനായിട്ട് നമ്മുടെ ജെഫ്രി തയ്യാറാവുന്നു. പൈസ മേടിക്കാനായിട്ട് ആ ഒരു ഉദ്യോഗസ്ഥന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻസ്പെക്ടറായിട്ടുള്ള ആര്യയെ അയാൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജെഫ്രിയുടെ ഒരാട്ടവും അവിടെ നടന്നില്ല. പ്രതി ജെഫ്രി ആണെന്ന് ഇപ്പൊ ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ അവനെ ഇപ്പോ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് ശവശരീരങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മോർച്ചറിയാണ്, അല്ലാതെ പോലീസ് സ്റ്റേഷനല്ല. അങ്ങനെ സെക്യൂരിറ്റി ഒക്കെ പുറത്ത് നിൽക്കുകയാണ്. ജെഫ്രി ആകട്ടെ ആകെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു ടേബിളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെയായിട്ട് അവനൊരു കാര്യം കാണുകയാണ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വൈൻ ഇരിക്കുന്നു. അവനത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അവന്റെ പാസ്റ്റ് ഓർമ്മ വരുന്നു. അവന്റെ പുറകിലായിട്ട് മരിച്ചുപോയ അവന്റെ ഭാര്യ സോഫി വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവൻ മറ്റൊരു റൂമിലായിരുന്നു യഥാർത്ഥത്തിൽ. അവിടെ ഒരുപാട് ശവശരീരങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഒരു ശവശരീരത്തിന്റെ ആ ഒരു ബാഗേജിന്റെ സിബ് അവൻ തുറന്നു. എന്നിട്ട് അതിലേക്ക് കൈയിട്ടപ്പോൾ അവനൊരു ഫോൺ കിട്ടുന്നുണ്ട്. അതിൽ ഒരു കോള് പെട്ടെന്ന് വരികയാണ്. നോക്കുമ്പോൾ അത് അവന്റെ ഭാര്യ വിളിക്കുന്നതാണ്. സോഫിയ എന്ന് എഴുതി കാണിക്കുന്നു. ആ ഒരു മൃതദേഹം പരിശോധിച്ചപ്പോൾ അവനൊരു കാര്യം വ്യക്തമായി. ഡാനി എന്ന് പറയുന്ന ഒരാളുടേതാണ് ആ ഒരു മൃതദേഹം. തന്റെ ഭാര്യയുമായിട്ട് അയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ സോഫിയോട് ജെഫ്രി അതാരാണെന്ന് ചോദിച്ചപ്പോൾ അതെന്റെ ഒരു പ്രൈവറ്റ് ലോയർ കൺസൾട്ടന്റ് ആണെന്നാണ് അവൾ പറയുന്നത്. എന്തിനാ ഒരു ലോയർ ഇപ്പോ എന്ന് ചോദിച്ചപ്പോൾ ജെഫ്രിയോട് അവൾ തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെങ്ങാനും മറ്റുള്ള ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് വല്ല ബന്ധം സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന്. ആ ഒരു ഫോൺ കോൾ വന്നത് ഒരു റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു. റെസ്റ്റോറന്റിൽ എങ്ങനെ തന്റെ ഭാര്യയുടെ ഫോൺ എത്തിപ്പെട്ടെന്ന് നമ്മുടെ ജെഫ്രിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവിടുത്തെ ലേഡിയാണ് ഇപ്പൊ നമ്മുടെ ജെഫ്രിയോട് സംസാരിക്കുന്നത്. തന്റെ ഭാര്യ മരിച്ചു പോയിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞപ്പോ ആ ഒരു ലേഡിക്കും ഇപ്പോൾ പേടിയായിട്ട് അവളും ഫോൺ കട്ട് ചെയ്യുന്നു. ഈ കാര്യമെല്ലാം സാറയെ നമ്മുടെ ജെഫ്രി വിളിച്ചു പറയുന്നുണ്ട്. അവളും ഇത് കേട്ട് ആകെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. സോഫിയയുടെ പ്രേതമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഇവർക്കിപ്പോ വ്യക്തമായി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോഴേക്കും നമ്മുടെ ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നിങ്ങളുടെ ഭാര്യ മരിച്ച അന്നത്തെ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നൽകിയിരുന്നല്ലോ, അത് അതുപോലെ ഒന്ന് പറയാമോ എന്ന് ആര്യ നമ്മുടെ ജെഫ്രിയോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും ജെഫ്രിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ ഭാര്യ മരിച്ചതിനുള്ള ദുഃഖം എനിക്ക് താങ്ങാനാവുന്നില്ല. അതുകൂടാതെ വീണ്ടും വീണ്ടും ഞാൻ ഈ കഥ നിങ്ങളോട് ആവർത്തിക്കണോ? വേണം മിസ്റ്റർ, നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയണം. അതോടുകൂടി വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. എങ്ങനെയാണ് സോഫിയെ നമ്മുടെ ജെഫ്രി കണ്ടുമുട്ടിയത് എന്ന് മുതലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആര്യ ആവശ്യപ്പെടുന്നു. അങ്ങനെ പാസ്റ്റിലേക്ക് പോവുകയാണ്. ഒരു ഹാളിൽ ഇപ്പോ സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഫിയ. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു നമ്മുടെ ജെഫ്രി. ബിസിനസ് വുമൺ ആയിട്ടുള്ള നമ്മുടെ സോഫിയെ കണ്ടത് മുതൽ ജെഫ്രിക്ക് ചെറിയൊരു ഇളക്കമുണ്ടായിരുന്നു. നമ്മുടെ സോഫിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് തിരിച്ചു പോകും വഴി നമ്മുടെ ജെഫ്രിയുടെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് അപ്പോ സോഫിയ കാറുമായിട്ട് വരികയും അവന് ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ആ ഒരു ബന്ധം വളർന്നു പന്തലിച്ചു. സോഫിയയ്ക്ക് ജെഫ്രിയെക്കാളും ഒരുപാട് വയസ്സുണ്ടായിരുന്നു.
പക്ഷെ ആ ഒരു ബന്ധത്തിന് അതൊന്നും തടസ്സമായിരുന്നില്ല. വൈകാതെ ഇരുവരും കല്യാണം കഴിച്ചു. ഒരു കമ്പനിയുടെ ഉടമ എന്നതിലുപരി ഒരുപാട് സ്വത്തുക്കളും നമ്മുടെ സോഫിയയുടെ പേരിലുണ്ടായിരുന്നു. പണ്ടത്തെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ജെഫ്രി നമ്മുടെ ആര്യയുടെ അടുത്ത് അവനാണ് ഭാര്യയെ കൊന്ന കാര്യമൊന്നും പറയുന്നില്ല. ഒരു ദിവസം വീട്ടിലേക്ക് പോയപ്പോൾ ഭാര്യ സോഫയിൽ കിടക്കുന്നത് അവൻ കണ്ടു. ശ്വാസമുണ്ടോന്ന് നോക്കിയപ്പോൾ ശ്വാസമില്ല. ഭാര്യ മരിച്ചെന്ന് അവൻ ഉറപ്പിച്ചു. ഭാര്യ മരിച്ചെന്ന് ഉറപ്പിച്ചതോട് കൂടിയിട്ട് അവൻ ഒരുപാട് സന്തോഷമായി. കാരണം സാറയോട് കൂടിയിട്ട് ഇനി പൊറുതി തുടങ്ങാമല്ലോ. ഇക്കാര്യമൊന്നും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആര്യയോട് പറയുന്നില്ല. ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ചിലപ്പോ ആ ഒരു ലോയറുടെ പണിയായിരിക്കും. അവനും മരിച്ചിട്ടുണ്ട്, അവന്റെ മൃതദേഹം ഈ ഒരു മോർച്ചറിയിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ ഒരു ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടറെ ആ മോർച്ചറിയിൽ കിടക്കുന്ന ശവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ജെഫ്രി. പക്ഷേ ജെഫ്രി അവിടെ പോയിട്ട് ഈ ഒരു ഓഫീസർക്ക് ആ ഒരു ശവശരീരം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന പേര് മറ്റൊരാളുടേതായിരുന്നു. അതായത് ഈ കാര്യങ്ങളെല്ലാം അവന് തോന്നിയതാണെന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. ഈ ഒരു ശവത്തെ കണ്ടതും അവൻ ഛർദിയോട് ഛർദി. ജെഫ്രി പറഞ്ഞ ആ ഒരു ലോയർ യഥാർത്ഥത്തില് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് നമ്മുടെ ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ മനസ്സിലാക്കുന്നു. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അയാളെ തെരഞ്ഞുപോയെങ്കിലും അയാളും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ജെഫ്രിയെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാനായിട്ട് ഒരു വാന് കൊണ്ടുവരുന്നുണ്ട്, അതും പോലീസുകാരുടെ. പക്ഷെ അവർ കൊണ്ടുവരുന്ന വഴിയിൽ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ മരം വീണ് ആകെ ബ്ലോക്കായി കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പരിക്കുകളോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ണ് തുറക്കുന്നതാണ്. വീട്ടിലേക്ക് എത്തിയ സാറയ്ക്കാകട്ടെ അവളുടെ വീടിന്റെ ഡോറിന്റെ സൈഡിൽ നിന്ന് ഒരു എൻവലപ്പ് കിട്ടുന്നുണ്ട്. അതിനുള്ളിൽ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. അത് അവള് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തപ്പോൾ സാറയും ജെഫ്രിയും തമ്മിലുള്ള പലതരത്തിലുള്ള ഫോട്ടോസും അതിൽ കാണാനായിട്ട് സാധിച്ചു. ഇക്കാര്യമെല്ലാം നമ്മുടെ ജെഫ്രിക്ക് അവൾ അയച്ചു കൊടുത്തു. അതായത് തന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അപ്പൊ ശരിക്കും സോഫിയ മരിച്ചിട്ടില്ലേ? ആകെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് സോഫിയയും ജെഫ്രിയും. അതിന്റെ ഇടയിൽ നമ്മുടെ സാറയെ ഉപദ്രവിക്കാനായിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ കടന്നു വരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഇവൻ നേരെ ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി കാര്യം പറയുന്നു. ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് തുറന്നു പറയാം, പക്ഷെ അവളെ രക്ഷിക്കണം. ഓ, അതപ്പോ നിന്റെ സിസ്റ്റർ അല്ലേ? അപ്പൊ നിന്റെ ആരാണ് അവള്? അങ്ങനെ ഇവൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. അല്ലാതെ വേറെ ഒരു വഴിയും ജെഫ്രിയുടെ മുമ്പിലില്ല. അവൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല, പോലീസുകാർ തടയും. അങ്ങനെ കഥ മൊത്തം വീണ്ടും പറയുകയാണ്. ജെഫ്രിയും സോഫിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറായിരുന്നു, ഒരു കെമിസ്ട്രി ടീച്ചർ. അവിടെ എപ്പോഴും നേരം വൈകി വരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളാണ് സാറ. വളരെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. സാറയാണ് ആദ്യം നമ്മുടെ ജെഫ്രിയോട് ഇഷ്ടം തുറന്നു പറയുന്നത്. സംഭവം സീരിയസ് ആയി. ഒരിക്കലും പിരിയാത്ത രീതിയിൽ അവര് അടുത്തുപോയി. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ജെഫ്രി അവളോട് ഷെയർ ചെയ്യുമായിരുന്നു. സോഫിയയുടെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം അവന് ഒരിക്കലും കിട്ടാറില്ല. ഈ സമയത്തൊന്നും തന്നെ ജെഫ്രി വിവാഹിതനാണെന്ന് സാറയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അത് അറിഞ്ഞതോട് കൂടിയിട്ട് അവൾക്ക് ആകെ വിഷമമായി. സാറ അവനുമായിട്ട് പിരിയാനായിട്ട് ആരംഭിച്ചു. പക്ഷേ ജെഫ്രിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഭാര്യയായിട്ടുള്ള സോഫിയെ ഇല്ലാതാക്കാം എന്നാണ് ജെഫ്രി ഇപ്പോൾ പറയുന്നത്. ഞാൻ നിന്നെയാണ് ചൂസ് ചെയ്യുന്നതെന്നും നമ്മുടെ സാറയോട് അവൻ പറയുന്നു. തന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സോഫിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ അയാളെ നിരീക്ഷിക്കാനായിട്ട് നിയോഗിക്കുന്നു. പേടിച്ചാണ് സാറയും ജെഫ്രിയും അവരുടെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നത്. എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തകരും. പക്ഷെ അവളെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ സോഫിയുടെ സ്വത്തും കൂടി അടിച്ചു മാറ്റാമെന്ന് ഇവർ രണ്ടുപേരും വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു ടോക്സിക് മരുന്ന് അവൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വൈനില് ചേർത്ത് ഇപ്പൊ നമ്മുടെ സോഫിയയ്ക്ക് അവൻ നൽകുന്നു. പക്ഷേ സോഫിയ ആകട്ടെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഗ്ലാസ്സിലെ വൈനല്ല കുടിക്കുന്നത്. അവൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന മറ്റൊരു ഗ്ലാസ്സിലെ വൈനാണ് അവൾ എടുത്ത് കുടിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർക്ക് ഒരു കോള് വരികയാണ്. അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പൊ സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളോട് പറയുന്നു. മുഖംമൂടി ധരിച്ച ഒരാളാണ് സോഫിയുടെ മൃതദേഹം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആര്യ എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്ററിൽ നിന്നും അറിഞ്ഞ ജെഫ്രി ആകട്ടെ ഇപ്പോ പറയുന്നത് ആ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും എന്റെ ഭാര്യയെ ഇല്ലാതാക്കിയത്. സംഗതിയെല്ലാം ഇപ്പൊ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലീസുകാർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പ്രേതത്തിന് ഇതിലൊരു റോളും ഇല്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായി. ഇപ്പൊ നമ്മുടെ ജെഫ്രിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ആ ഒരു മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരത്തിന് മാത്രം ബോധം കെടുകയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു മരണം അവൾ ഫേക്ക് ചെയ്തതായിരിക്കാം. ആ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററും അതുപോലെ തന്നെ തന്റെ ഭാര്യയായിട്ടുള്ള സോഫിയയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. പെട്ടെന്ന് നമ്മുടെ ആര്യ ഇൻസ്പെക്ടർക്ക് ഒരു കോൾ വരുന്നുണ്ട്. കാട്ടിനകത്ത് വെച്ചിട്ട് നമ്മുടെ സോഫിയുടെ മൃതദേഹം കണ്ടുകിട്ടിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ജെഫ്രിയെയും കൂട്ടി കുറച്ച് പോലീസുകാരെല്ലാവരെയും കൂട്ടിയിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ തന്നെയായിരിക്കും കൊലയാളി എന്നാണ് ഇപ്പൊ നമ്മുടെ ജെഫ്രി വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ജെഫ്രിക്ക് ചെറിയ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. ഇനി എന്ത്
തോന്നിയിട്ടും നിനക്കൊരു കാര്യവുമില്ല എന്നാണ് ഇപ്പോൾ ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ പറയുന്നത്. അങ്ങനെ ഭാര്യയുടെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ ജെഫ്രി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ഇവൻ ഓടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവന്റെ കൈകാലുകൾ തളർന്നു പോവുകയാണ്. നിന്റെ മരുന്നിന്റെ പവർ എങ്ങനെയുണ്ട്? നിനക്കിനി ഓടാനായിട്ട് കഴിയുമോ? നീ ഇഞ്ചിഞ്ചായിട്ട് ഇവിടെ കിടന്ന് ചാവും എന്നൊക്കെയാണ് ഈ ഒരു ആര്യ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ പറയുന്നത്. എനിക്കും ഉണ്ടായിരുന്ന ഒരു കുടുംബം എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് അവരില്ലാതായി. അന്ന് ഒരു വലിയ കാർ വന്നിട്ട് അവരെ ഇടിച്ചങ്ങോട്ട് കൊണ്ടുപോയി. ഭാര്യ തൽക്ഷണം മരിച്ചു. പക്ഷെ എന്റെ മകള് രക്ഷപ്പെട്ടു. എനിക്ക് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മകൾക്ക് ആ ഒരു കാറിലുണ്ടായിരുന്ന ഒരു ചിഹ്നം ഓർമ്മ വന്നു. അത് നിന്റെ കമ്പനിയുടെ ചിഹ്നമായിരുന്നു. നിന്റെ മാത്രമല്ല, നിന്റെ ഭാര്യയായിട്ടുള്ള സോഫിയുടെയും. ആ കാറിലുണ്ടായിരുന്നത് ജെഫ്രിയും സോഫിയുമായിരുന്നു. അവര് കാർ നിർത്താതെ പോയി. അന്ന് നിങ്ങൾ അവിടെ കാർ നിർത്തിയിട്ട് എന്റെ ഭാര്യയെ രക്ഷിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇന്നും എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇതെല്ലാം കേട്ട് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് നമ്മുടെ ജെഫ്രി. മോർച്ചറിയിൽ നിന്ന് സോഫിയുടെ മൃതദേഹം മാറ്റിയതും ഈ ഓഫീസർ തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ ആര്യ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്പെക്ടറുടെ മകളാണ് സാറ. അതും കൂടി കേട്ടതും നമ്മുടെ ജെഫ്രിയുടെ കാറ്റ് അതോടുകൂടി പോയി. അച്ഛനും മകളും കൂടി കൊടുത്ത നല്ല ചിമിട്ടം പണിയായിരുന്നു നമ്മളിപ്പോ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? അടിപൊളിയല്ലേ? പ്രത്യേകിച്ച് ലാസ്റ്റ് ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.